പന്തളം നഗരസഭയിൽ ബി.ജെ.പിയുടെ യു രമ്യ രണ്ടാം തവണയും വൈസ് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ന് ഉച്ചയ്ക്ക് കൗൺസിൽ ഹാളിൽ വെച്ച് നടന്ന വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ യു രമ്യയ്ക്ക് 19 വോട്ട് ലഭിച്ചു. UDF വിട്ടുനിന്നു. അതേസമയം പന്തളം നഗരസഭ സ്വതന്ത്ര കൗൺസിലർ രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ ബി.ജെ.പിയിൽ ചേർന്നു. ഇന്ന് നടന്ന നഗരസഭ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണൻ ബി.ജെ.പിയെ പിന്തുണച്ചിരുന്നു. നിലവിൽ പന്തളം നഗരസഭയിൽ ബി.ജെ.പിക്ക് 19 അംഗങ്ങളായി. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ മുരളി ചേർന്നുണ്ട്. മിഥുൻ, ബി.ജെ.പിയുടെ ഒരു വലിയൊരു മുന്നേറ്റം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, LDF-ഉം UDF-ഉം അവിശുദ്ധ കൂട്ടുകെട്ട് നടത്തിയ ഭരണ അട്ടിമറി ശ്രമങ്ങളെ ചെറുത്ത് തോൽപ്പിക്കാൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് BJP. വലിയ മുന്നേറ്റമാണ് BJP നടത്തിയിരിക്കുന്നത്. ഈ ഭരണ അട്ടിമറി ശ്രമങ്ങളെ തോൽപ്പിക്കാൻ കഴിഞ്ഞു, ചെറുത്ത് തോൽപ്പിക്കാൻ കഴിഞ്ഞതു എന്ന് തന്നെ BJPയുടെ വലിയ വിജയം തന്നെയാണ്. ചെയർമാൻ, വൈസ് ചെയർമാൻ സ്ഥാന തെരഞ്ഞെടുപ്പുകളിലേക്ക് ചെയർമാനായി അച്ഛൻകുഞ്ഞ് ജോണിനെ രാവിലെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് നടന്നത്. വൈസ് ചെയർപേഴ്സണായിട്ട് രമ്യ വീണ്ടും രണ്ടാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടു. നേരത്തെയും യു രമ്യ തന്നെയായിരുന്നു വൈസ് ചെയർപേഴ്സൺ. ഈ 19 വോട്ടുകൾ തന്നെയാണ് വൈസ് ചെയർപേഴ്സണും ലഭിച്ചിരിക്കുന്നത്. രണ്ടുപേർക്കും 19 വോട്ടുകൾ. എതിർ സ്ഥാനാർത്ഥിയായ LDF-ന്റെ സ്ഥാനാർത്ഥികൾക്ക് 9 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. 5 UDF സ്ഥാനാർത്ഥികൾ ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്തു. ഒപ്പം തന്നെ 2 പേര് ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, ചെയർമാൻ, വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പുകളിൽ BJP-യെ പിന്തുണച്ച സ്വതന്ത്ര അംഗം രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ BJP-യിൽ ചേർന്നിട്ടുണ്ട്. നേരത്തെ ഇദ്ദേഹത്തിന്റെ പിന്തുണ ലഭിച്ചത് 19 വോട്ടുകളായിട്ട് വർദ്ധിപ്പിക്കുന്നതിന് 18 BJP കൗൺസിലർമാരാണ് നഗരസഭയിലുള്ളത്. ഒരു സ്വതന്ത്ര അംഗത്തിന്റെ പിന്തുണയും കൂടി ലഭിച്ചപ്പോൾ 19 വോട്ടുകൾ ലഭിച്ചിരുന്നു BJP-ക്ക്. ആ സ്വതന്ത്ര അംഗം ഇപ്പോൾ BJP-യിൽ ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് നടത്തിയ അട്ടിമറി ശ്രമങ്ങളെ ചെറുത്ത് തോൽപ്പിക്കാൻ കഴിഞ്ഞത് വലിയ ഇന്ത്യ മുന്നണി സഖ്യത്തിന്റെ ആ തുറന്നുകാട്ടൽ തന്നെയാണ് പന്തളത്ത് സാധ്യമായിരിക്കുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചു. നാണംകെട്ട തോൽവിയാണ് പന്തളത്ത് ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചിരിക്കുന്നതെന്നാണ് K. സുരേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതേസമയം പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട നഗരസഭാ കൗൺസിലർ KV പ്രഭയുടെ സസ്പെൻഷൻ BJP പിൻവലിച്ചിട്ടുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനാണ് ഇക്കാര്യം അറിയിച്ചത്. വിഷ്ണു. ശരി, മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.